അസ്സലാമു അലൈക്കും. പരിശുദ്ധ റമദാൻ നമ്മിലൂടെ കടന്നു പോവുകയാണ്. നമ്മൾ നോമ്പ് തുറക്കുന്നു, അത്താഴം കഴിക്കുന്നു. ഇതിനു പിന്നിലെ വലിയൊരു അധ്വാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമ്മുടെ ഉമ്മമാരും ഭാര്യമാരും സഹോദരിമാരും അവരും നോമ്പുകാരാണ്. അവർ അത്താഴത്തിനു വേണ്ടി നേരത്തെ എഴുന്നേൽക്കുന്നു. നോമ്പുതുറ മനോഹരമാക്കാൻ വേണ്ടി മണിക്കൂറുകളോളം അടുക്കളയിൽ ചിലവഴിക്കുന്നു. നോമ്പ് തുറന്ന രാത്രി വൈകിയും പാത്രങ്ങൾ കഴുകാനും അത്താഴത്തിനുള്ള ഒരുക്കങ്ങൾക്കും അടുക്കള വൃത്തിയാക്കാനും അവർ സമയം കണ്ടെത്തുന്നു. ഇതിനിടയിൽ പലപ്പോഴും കുറച്ചധികം ഇബാദത്തുകൾ ചെയ്യാൻ അവർക്ക് സമയം കിട്ടാറില്ല. പരാതികളില്ലാത്ത ഈ അധ്വാനത്തെ നമ്മൾ തിരിച്ചറിയണം. അവർക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. വൈകുന്നേരങ്ങളിൽ നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ ആ ഒരുക്കങ്ങളിലൊക്കെ അവരെ സഹായിക്കാൻ നമുക്ക് ശ്രമിക്കാം. പഴങ്ങൾ മുറിക്കാനും നോമ്പുതുറ വിളമ്പാനും പാത്രങ്ങൾ കഴുകാനും അവർക്കൊപ്പം നമുക്കും കൂടാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലുണ്ടായിരിക്കുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത് എന്ന ചോദ്യത്തിന് വീട്ടുകാര്യങ്ങളിൽ സഹായിക്കാറുള്ളതായി ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. നമ്മൾ കൊടുക്കുന്ന ഈയൊരു ചെറിയ പിന്തുണ അവർക്ക് വലിയ ഒരു ആശ്വാസമാണ്. ശരീരത്തിന് ആരോഗ്യം ലഭിക്കാൻ ആദ്യം വേണ്ടത് മനസ്സമാധാനവും മാനസികാരോഗ്യവുമാണ്. സ്നേഹം നിറഞ്ഞ ഇത്തരം ചെറിയ മാറ്റങ്ങളിലൂടെയാവട്ടെ ഇനിയുള്ള നമ്മുടെ നോമ്പുകാലം.